നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് ഔഷധമുണ്ടാക്കേണ്ട വിധികളാണ്. അപ്പോൾ എന്തുകൊണ്ട് കഷായം ഉണ്ടാക്കി കഴിക്കണം, അതാണ് പ്രശ്നം. എന്തുകൊണ്ട് കഷായം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വിശദമായി ചർച്ച ചെയ്യാം. പ്രധാനമായിട്ടും ഒരു ചെടി പറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ ഉപയോഗിക്കുന്നത് തന്നെയാണ്, അതായത് ആർദ്രം, അതായത് ഉണക്കാതെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് ഉണക്കി ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. കാര്യം എപ്പോഴും എല്ലാ ചെടികളും അവൈലബിൾ ആണെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണക്കി ഔഷധങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഉണക്കാതെ ഔഷധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഉണക്കി ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ ഇരട്ടി ഉപയോഗിക്കണം. കാരണം ഉണക്കി കഴിഞ്ഞാൽ അതിനകത്തിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ഫോമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഇരട്ടി ഉപയോഗിക്കണം. അതൊന്ന്. രണ്ടാമത് ഈ എന്തിൽ കഷായം ഉണ്ടാക്കണം എന്നുള്ളതാണ്. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഏറ്റവും നല്ലത് മൺപാത്രമാണ്. ഇന്നിപ്പോൾ മൺപാത്രത്തിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞത്, പലപ്പോഴും മൺപാത്രം അടുപ്പിൽ വെച്ചാൽ പൊട്ടിപ്പോകുന്ന മൺപാത്രങ്ങളായതുകൊണ്ട് മൺപാത്രം മയക്കിയെടുക്കുക, അതായത് നെയ്യ് ചേർത്ത് ചൂടാക്കി മയക്കിയെടുത്ത മൺപാത്രത്തിൽ കഷായം വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെയ്യ് ചേർത്ത് മയക്കിയെടുക്കുന്നതോടുകൂടി കഷായം, അതായത് കലം പൊട്ടിപ്പോകാനുള്ള സാധ്യത കുറയുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ മൺപാത്രം അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് സ്റ്റീൽ പാത്രങ്ങളിൽ കഷായം വയ്ക്കുക എന്നുള്ളതാണ്. സ്റ്റീൽ പാത്രങ്ങളിൽ ഈസിലി അവൈലബിൾ ആണ്, സൂക്ഷിക്കാനും എളുപ്പമാണ്. പക്ഷേ സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അടി ഭയങ്കര വലുതായിട്ട് ചൂടായി മരുന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ കഷായം വയ്ക്കുകയാണെങ്കിൽ സിമ്മിലിട്ട്, വളരെ ചെറിയ ചൂടിലിട്ട് മാത്രം വേണം കഷായം തിളപ്പിക്കാനും അതിനുശേഷം അത് വറ്റിച്ചെടുക്കാനും. ഞാൻ പറഞ്ഞില്ല, നല്ലൊന്നായിട്ട് വറ്റിച്ചെടുക്കണം കഷായം. നല്ലൊന്നായിട്ട് വറ്റിച്ചെടുക്കാൻ വളരെ ചെറിയ ചൂടിൽ മാത്രമേ ഉപയോഗിക്കാവൂ. വേറൊരു ഓൾട്ടർനേറ്റീവ് ഓട്ടുപാത്രത്തിൽ കഷായം വയ്ക്കാവുന്നതാണ്. ഓട്ടുപാത്രത്തിൽ അടിക്കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ച് തീ കൂട്ടിയിട്ടാലും ഔഷധങ്ങൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ കഷായം നമ്മൾ ഒരു ദിവസം വെച്ചേക്കാമെങ്കിൽ അതിൽ ക്ലാവ് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഷായം അപ്പോൾ തന്നെ വറ്റിച്ചെടുത്ത് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ ഓട്ടുപാത്രത്തിലാണെങ്കിൽ കഷായം വയ്ക്കാൻ. ചെമ്പ് പാത്രത്തിൽ കഷായം വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ചെമ്പ് പാത്രവും ഇതുപോലെ തന്നെ ചൂട് പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് മരുന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, ക്ലാവ് പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾ കഷായം വയ്ക്കുന്നെങ്കിൽ അത് ഒന്നുകിൽ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ മൺപാത്രത്തിൽ കഷായം വയ്ക്കുന്നതാണ് നല്ലത്. കഷായം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷായം വറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഊറ്റിയെടുത്ത് വെക്കുകയോ അങ്ങനെയെങ്കിൽ അതിൽ തന്നെ സൂക്ഷിക്കുകയോ ചെയ്യാം. മൺപാത്രമോ സ്റ്റീൽ പാത്രമാണെങ്കിൽ അതിൽ തന്നെ സൂക്ഷിച്ച് നമുക്ക് അല്പം ഇട്ട് ഊറ്റിയെടുക്കുന്നതിന് വിരോധമില്ല. പക്ഷേ നമ്മൾ ഓട്ടുപാത്രമോ ചെമ്പ് പാത്രമോ എടുക്കുന്നെങ്കിൽ അത് ഊറ്റിയെടുത്ത് കുപ്പിയിലാക്കി സൂക്ഷിക്കണം. കുപ്പിയിലാക്കി സൂക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഒരു ദിവസത്തെ കഷായമാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ കഴിച്ചു തീർക്കുന്നതുകൊണ്ട് അതിന് വേറെ യാതൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല, ഒരു ദിവസത്തെ കഷായം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ കൂടുതൽ ദിവസത്തെ കഷായം, ഇപ്പം 3 ദിവസത്തേക്കോ 7 ദിവസത്തേക്കോ കഷായം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെളിയിൽ ഊറ്റിയെടുത്ത് വെച്ചാൽ വളിച്ചു പോകാനുള്ള സാധ്യത, കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഏത് സാധനവും ജൈവ പദാർത്ഥമാണ്, വെളിയിലിരുന്നാൽ വളിച്ചു പോകും. അതുകൊണ്ട് നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഓരോ ദിവസത്തേക്കുള്ള കഷായം എടുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്നത് പോലെ മാറ്റിവെച്ച് ചൂടായ ശേഷം അത് കഴിക്കുകയാണ് ചെയ്യേണ്ടത്.